അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. അയ്യുഹന്നാസ് തഖുല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ ധന്യമായ മൂന്നാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഏറ്റവും നല്ല ആരാധനാ കർമ്മങ്ങളായി സ്വീകരിക്കുമാറാവട്ടെ. ഒരു നോമ്പുകാരൻ അവൻ്റെ നോമ്പ് സമയത്ത് ഏറ്റവും ഗൗരവത്തോടുകൂടി സൂക്ഷിക്കേണ്ട ഒന്നാണ് നോമ്പിൻ്റെ പകൽ സമയത്ത് ഭക്ഷണപാനീയങ്ങളൊന്നും ഉപയോഗിച്ചുകൂടാ എന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ഭക്ഷണപാനീയങ്ങൾക്ക് വേണ്ടി അനുവദിക്കപ്പെട്ട സമയം വളരെ കൃത്യമായി ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. വകുലു വഷ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. പ്രഭാതോദയത്തിൽ കറുത്ത നൂലുകളിൽ നിന്നും വെളുത്ത നൂല് വ്യക്തമാകുന്ന സമയം വരെ നിങ്ങൾക്ക് ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കാം. ഈ സമയത്തെയാണ് നമ്മളുടെ ഭാഷയിൽ പ്രഭാതോദയം എന്ന് പറയുന്നത്. പ്രഭാതോദയവും സൂര്യോദയവും രണ്ടാണ്. ഇന്നത്തെ പ്രഭാതോദയം എന്ന് പറയുന്നത് 5:35 എന്നാൽ സൂര്യോദയം 6:45 ഏകദേശം ഒരു മണിക്കൂറിലേറെ സമയവ്യത്യാസമുണ്ട്. നോമ്പുകാരന് ഭക്ഷണപാനീയങ്ങൾക്ക് വേണ്ടി അനുവദിക്കപ്പെട്ട അവസാനത്തെ സമയം പ്രഭാതോദയമാണ്. ആ പ്രഭാതോദയം മുതൽ സൂര്യാസ്തമയം വരെ യാതൊരു തരത്തിലുള്ള ഭക്ഷണപാനീയങ്ങളും അവൻ്റെ വായിലൂടെ ശരീരത്തിലേക്ക് ഇറങ്ങുന്ന രൂപത്തിലുള്ള യാതൊരു വസ്തുക്കളും അവൻ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം നിഷ്കർഷിച്ചിരിക്കുന്നത്. എന്നാൽ നോമ്പുകാരൻ മറന്നവനായിരിക്കെ മറവി കാരണത്താൽ അവൻ തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ അതെത്ര കുറഞ്ഞതായാലും എത്ര കൂടുതലായാലും അവൻ്റെ നോമ്പിനെ ബാധിക്കുകയില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. മന്നസിയ വഹുവ സ്വായിമൻ ഫഅക്കല ഔ ശരിബ ഫൽയുത്തിമ്മ സൗമഹു. ഒരു നോമ്പുകാരൻ മറന്നിട്ട് എന്തെങ്കിലും തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ ഫൽയുത്തിമ്മ സൗമഹു, അവൻ്റെ നോമ്പ് പൂർത്തിയാക്കി കൊള്ളട്ടെ. ഫഇന്നമാ അത്അമഹുല്ലാഹു വസഖാഹു, തീർച്ചയായും അവനെ തീറ്റിപ്പിച്ചതും കുടിപ്പിച്ചതും അള്ളാഹുവാണ്, അതവൻ്റെ നോമ്പിനെ ബാധിക്കുകയില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് നോമ്പിൻ്റെ പകൽ സമയത്ത് യാതൊരു ഭക്ഷണപാനീയങ്ങളും ഉപയോഗിക്കാതിരിക്കാൻ നോമ്പുകാരൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ രോഗശമനത്തിനാവശ്യമായ ഇഞ്ചക്ഷനുകൾ, രോഗപ്രതിരോധത്തിനാവശ്യമായ വാക്സിനേഷനുകൾ, രക്തപരിശോധനയ്ക്കാവശ്യമായ രക്തം കുത്തിയെടുക്കൽ, ഈ നടപടികളൊന്നും നോമ്പുകാരൻ്റെ നോമ്പിനെ ബാധിക്കുകയില്ല എന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നോമ്പുകാരൻ വേദനാസംഹാരികളായ ബാമുകൾ, എണ്ണകൾ എന്നിവയുടെ ഉപയോഗവും അവൻ്റെ നോമ്പിനെ ബാധിക്കുകയില്ല. എന്നാൽ ശരീരത്തിലേക്ക് ഗ്ലൂക്കോസ് കയറ്റുക, അതേപോലെ ക്ഷീണമോ ദാഹമോ ഇല്ലാതാക്കാൻ ആവശ്യമായ മരുന്നുകൾ കുത്തിവെക്കുക ഇത്യാദി പ്രവർത്തനങ്ങളൊക്കെ നോമ്പിനെ അസാധുവാക്കും എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. നോമ്പിൻ്റെ പകൽ സമയങ്ങളിൽ കണ്ണിലോ ചെവിയിലോ മരുന്നുകൾ ഉപയോഗിക്കുന്നത് നോമ്പിനെ ബാധിക്കുകയില്ല. എന്നാൽ മൂക്കിലിറ്റിക്കുന്ന മരുന്നുകൾ നോമ്പിനെ ബാധിക്കുമെന്നും അത് വായിലൂടെ ഇറങ്ങിപ്പോകാൻ സാധ്യതയുള്ളതാണ് എന്നും പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നോമ്പിൻ്റെ പകൽ സമയത്ത് കുളിക്കുന്നതോ അതേപോലെ മുഖം കഴുകുന്നതോ തലയിൽ വെള്ളമൊഴിക്കുന്നതോ ഒന്നും കുറ്റകരമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാഹം മൂലമോ ചൂട് മൂലമോ തലയിൽ വെള്ളമൊഴിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ശ്രദ്ധയോടുകൂടി നമ്മൾ നോമ്പ് പൂർത്തിയാക്കുക. ആ നോമ്പുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാൻ വേണ്ടി റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.